സെവൻത്ത് GGM മിഷൻ എക്സ്പോയിൽ നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നമ്മുടെ ദിവ്യകാരുണ്യ മിഷണറി സഭയെയാണ്. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ അച്ഛാ. നമ്മുടെ ഈ ഒരു ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ നിങ്ങളുടെ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാവോ? അത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, വിശുദ്ധ കുർബാന പ്രഘോഷിക്കുക, വിശുദ്ധ കുർബാനയിലേക്ക് എല്ലാവരെയും എത്തിക്കുക. നമ്മൾ കുർബാനയിലൂടെ അനുഭവിച്ചറിയുന്ന ഈശോയുടെ സ്നേഹം അത് നമ്മുടെ ശുശ്രൂഷകളിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അതുവഴി എല്ലാവരും കുർബാനയുടെ ആ ഒരു ചൈതന്യത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മുടെ സഭയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 3 പ്രൊവിൻസുകളായി ഏകദേശം 500-ൽ പരം അച്ഛന്മാരുണ്ട്, 2 പിതാക്കന്മാരുണ്ട്, വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷകളുണ്ട്. ഇവിടെ ഞാനിപ്പം പട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ 100 ദിവസങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ. എൻ്റെ ഒരു ശുശ്രൂഷ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ അൻപുവിൽ എന്ന് പറയുന്നൊരു സ്ഥാപനത്തിലാണ്. തെരുവിൽ ആരോരുമില്ലാതെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളായിട്ടുള്ള ഒത്തിരിയേറെ മക്കളുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ ചെറിയൊരുവിനെ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ആ വചനത്തിൻ്റെ അഭിഷേകത്താലുള്ള ചൈതന്യത്താലാണ് ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകുന്നത്. അത് പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും ഒക്കെയുള്ള ഒരു റിക്വസ്റ്റ് കാരണം നമ്മൾ പോയി നോക്കും. ഇങ്ങനെ ഒത്തിരിയേറെ മക്കളുണ്ട് അതിലേക്കൂടെ. അതായത് ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും ട്രെയിൻ കയറിയും അല്ലെങ്കിൽ ട്രെയിനിൽ ഉപേക്ഷിച്ചു ഒക്കെ വരുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. നമ്മളവിടെ ചെല്ലുന്നു. ആരോരുമില്ലാത്ത മാനസിക രോഗികളായിട്ടുള്ള മക്കളാണ് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ അവരെ നമ്മുടെ അൻപിലെന്ന് പറയുന്നൊരു ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ബ്രോഷർ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. അൻപിലെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഭവനമാണ്. അപ്പോൾ ഇവരിൽ ഈശോയെ കണ്ടുകൊണ്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം നമ്മുടെ പരിചരണം എല്ലാം കാരണം ഇവർക്ക് ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും കുറച്ചെങ്കിലും പേർക്ക് ഒരു മെമ്മറി റീഗെയിൻ ചെയ്യും. ഇവരേത് സ്ഥലങ്ങളിലാണ് വന്നതെന്നതിലും ചിലപ്പോൾ പറയും. ഇവർക്ക് ഓൾറെഡി മെൻ്റലുണ്ട്, അതുകൊണ്ട് നമ്മൾ ശരിക്കും എൻക്വയറി ചെയ്യും. പോലീസ് സ്റ്റേഷൻ വഴിയായിട്ടും ഇല്ല, നമ്മുടെ കത്തോലിക്ക സഭ ഇത്ര വാസ്റ്റായിട്ടാണല്ലോ, ആ സ്ഥലങ്ങളിലുള്ള കോൺഗ്രിഗേഷൻ വഴിയായിട്ട് നമ്മൾ അന്വേഷിക്കും. അപ്പോൾ അത് ജെന്യുവിനാണ്. അവരുടെ ഒരു ഫാമിലി അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ ആ സ്ഥലങ്ങളിലേക്ക് എത്തിക്കും. ഇനി അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഭവനത്തെ തിരിച്ചു കൊണ്ടുവരും. കാരണം നമ്മുടെ മക്കൾ നമുക്ക് രാജാക്കന്മാരാണ്. അതുപോലെ സ്വീകരിക്കുന്നിടത്തെ നമ്മളും കൊണ്ടുപോകത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ 100ഓളം മക്കളെ ഇപ്പോൾ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പിന്നെ നോക്കിയപ്പോൾ സ്ട്രീറ്റിൽ ഇനിയും മക്കൾ ഇഷ്ടംപടിയുണ്ട്. അപ്പം നമുക്കിനി എന്താണ് ശുശ്രൂഷ ഇനി ബാക്കി ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇവർ തെരുവിൽ കിട്ടുന്നതൊക്കെ ഭക്ഷിച്ച് കഴിയുന്നവരാണ്. ചിലർ പാരഡൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു ശുശ്രൂഷ അതും ഇങ്ങനെ ആരംഭിച്ചു. ഞങ്ങളുടെ ഡയറക്ടർ അച്ഛൻ എന്ന് പറയുന്നത് രാജേഷ് വയലിംഗിൽ എന്ന് പറയുന്ന അച്ഛനാണ്. അച്ഛൻ്റെ ഇനീഷ്യേറ്റീവിലാണ് ഇതെല്ലാം ആരംഭിച്ചത്. ഇപ്പോൾ ഒരു 4ഓളം സെൻറ്റേഴ്സിലായിട്ട് 1000-ൽ പരം മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പൊതിച്ചോറായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പല സെൻറ്റേഴ്സിലായിട്ട്. തമിഴ്നാട്ടിലുള്ള ഒരു പ്രത്യേകതയാണ്, നമുക്ക് ചന്ത ദിവസമുണ്ട്. ഇവിടെ അങ്ങനെ ഇല്ല. അപ്പോൾ വലിയൊരു കോമ്പൗണ്ടിൽ ഒത്തിരിയേറെ ആൾക്കാർ അവരുടെ കച്ചവട സാധനങ്ങളായിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വിറ്റഴിച്ച് പോവുക. ഒരാഴ്ചക്കുള്ള സാധനങ്ങളാണ് സാധാരണക്കാരെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ചെയ്യുന്ന ഒരു കാര്യം, ഞങ്ങളുടെ മക്കൾക്കും ആവശ്യമുള്ളത് ഞങ്ങൾക്ക് തരണമെന്നും പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ ഭിക്ഷ യാചിച്ച് ഈ മക്കൾക്കായിട്ട് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്നു. അത് പാകപ്പെടുത്തി ഞങ്ങൾ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ശുശ്രൂഷ. വിധിയാളനായിട്ടുള്ള കർത്താവ് വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു; എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു; ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെ ഉടുപ്പിച്ചു. അങ്ങനെ 6ഓളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തുവായി തീരുന്നവനെ പറയാൻ സാധിക്കുകയുള്ളൂ. ഈശോ നമ്മളിൽ നിന്ന് ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നതാണ്, ഞാനായിട്ട് നിങ്ങൾ തീരണം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ശുശ്രൂഷ. അപ്പം ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളൊക്കെ ഒത്തിരി ഉള്ള ഏരിയയിലാണ്. അവർ ആ സഹോദരങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കി ഒരു നേരത്തെ ഭക്ഷണം ചിലപ്പോൾ സ്പോൺസർ ചെയ്യും. പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ എന്തിനീ ശുശ്രൂഷ ചെയ്യുന്നു? ഇതിന് ആത്യന്തികമായിട്ടുള്ള കാരണം നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? കാരണം യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ ഈശോ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചു എന്നൊരു ആഴമായ ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഈ തെരുവിൽ കൂടെ നടക്കുന്ന ഈ മക്കളിൽ എനിക്ക് ഈശോയെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഇത് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു മുഖമാണ്. ഞാൻ ഈ 500 പല അച്ഛന്മാരിൽ ഒരാൾ മാത്രമാണ്. ബാക്കി അച്ഛന്മാരുടെ ഇനിയുള്ള ഇഷ്ടംപടിയുള്ള ശുശ്രൂഷയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു പ്രാർത്ഥനാ സഹായമാണ് ഈ ശുശ്രൂഷ പ്രത്യേകമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു GGM, ഈ ഒരു ഗ്രേറ്റ് മിഷൻ ഗ്യാതറിംഗ്, ഈ ഒരു ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ, ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നൽകുന്നതും ഈ ഒരു സന്തോഷമാണ്. ഞങ്ങളുടെ ഈ മിഷനെ ഒരു 2 പേർക്ക് പരിചയപ്പെടുത്താൻ സാധിക്കുന്നത് തന്നെ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾ മെയിനായിട്ടും എടുത്തേക്കുന്ന തീം എന്ന് പറയുന്നത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് മെയിനായിട്ടുള്ള ഒരു തീം. കാരണം ഈശോ ദരിദ്രനായിട്ട് ജനിച്ചു, ജീവിച്ചു, ദരിദ്രനായിട്ട് മരിച്ചു.
ഈശോ ആണെങ്കിലും എൻ്റെ ഒരു പ്രൊപ്പഗാണ്ടായിട്ട് പറയുന്നൊരു കാര്യമാണ്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുക, അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, ഏശയ്യായുടെ പ്രവചനം പറയുന്ന. അപ്പോൾ ഈ ദരിദ്രരോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കരുതല സ്നേഹം, അത് ഇവിടെ ഞങ്ങൾക്ക് പ്രഘോഷിക്കാനായിട്ടൊരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടി. അത് ഞങ്ങൾ ദൈവത്തോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു. ഒത്തിരിയേറെ നല്ല മനസ്സുകൾ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, പലവിധേന സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടുള്ള നന്ദി ഈ സമയം രേഖപ്പെടുത്തുന്നു.